ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ 8 യുദ്ധം അവസാനിപ്പിച്ച ട്രംപ് വീണ്ടും ഇന്ത്യയും പാകിസ്ഥാൻ്റെയും യുദ്ധം അവസാനിപ്പിച്ചത് നിങ്ങൾ കണ്ടില്ലേ എന്ന് പത്രസമ്മേളനത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഉത്തരങ്ങൾ നൽകിയിരിക്കുകയാണ്. ഇറാൻ്റെ വിഷയത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ലല്ലോ മിസ്റ്റർ ട്രംപ്. അപ്പം എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ഇറാനെ ആക്രമിക്കാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് 8 യുദ്ധം ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരേ ഒരു യുദ്ധത്തിനെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതായത് മാധ്യമപ്രവർത്തകർക്ക് ഒരു ഉത്തരം കൊടുക്കണം എന്നുള്ള നിലയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് എടുത്തു പറയാൻ ട്രംപ് മടി കാണിച്ചില്ല. കൃത്യമായിട്ട് അത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിലെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ അവരുടെ എയർ സ്പേസ് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇസ്രായേലും അവരുടെ എയർ സ്പേസ് പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. മാപ്പ് കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫ്ലൈറ്റ് റഡാർ മാപ്പിങ്ങിൽ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നത് രണ്ട് രാജ്യങ്ങളും ഇസ്രായേലും ഇറാനും രണ്ട് രാജ്യങ്ങളും അവരുടെ എയർ സ്പേസ് പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഒരു യുദ്ധത്തിലേക്കുള്ള പോക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്നും 4ാമത്തെ വാർഷിപ്പ് പുറപ്പെട്ടിട്ടുണ്ട്. അത് രണ്ട് തരത്തിലാണ് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നത്. അതിലൊന്ന് ജെറാദ് ഫോർഡ് എന്ന് പറഞ്ഞ ആ ഒരു വാർഷിപ്പ് ഏതാണ്ട് 300 ദിവസമായി കടലിൽ തുടരുകയാണ്. 300 ദിവസമായിട്ട് ഈ ഒരു മിഷനിൽ തുടരുകയാണ്. ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ഡ്യൂറേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് അയക്കാം എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെഗോസിയേഷൻ ടൈമിൽ ഇവരുടെ എയർ പവർ ഇവരുടെ സ്ട്രൈക്കിംഗ് പവർ കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പലിനെ കൂടി ഒരു എയർക്രാഫ്റ്റ് കരിയറിനെ കൂടി ഇങ്ങോട്ട് അയച്ചു വെച്ചിട്ട് ഈ ജെറാദ് ഫോർഡിനെ ഒന്ന് റിപ്പയറിന് വേണ്ടിയിട്ട് അയക്കാം എന്നുള്ള തീരുമാനം എടുത്തതായിട്ട് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റു പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് 4 വാർഷിപ്പുകളെ കൊണ്ടുവന്ന് ഇറാനിന് മേളിൽ ശക്തമായ രീതിയിലുള്ള ആക്രമണം തുടങ്ങാൻ പോവാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സെൻകോം യു എസിൻ്റെ സെൻട്രൽ കമാൻഡ് യൂണിറ്റിൻ്റെ ചീഫ് അഡ്മിറൽ ബ്രാഡ് കൂപ്പർ വളരെ വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇന്നലെ സെനറ്റിൽ കൊടുത്തു. അതുപോലെ തന്നെ അടച്ചിട്ട മുറിയിൽ രഹസ്യമായിട്ടുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ മീറ്റിങ്ങിലും ഇറാനിന് മേളിൽ ആക്രമണം നടത്തണം, അല്ലാതെ ഇറാൻ വഴങ്ങില്ല, അവരുടെ സ്റ്റബണായിട്ടുള്ള തീരുമാനം നമുക്ക് വിലയിരുത്തുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ നമ്മൾ ഓൾറെഡി അറ്റാക്ക് ചെയ്ത് പരമാവധി ഡിസ്ട്രോയ് ചെയ്ത് വെച്ചിരുന്ന എഡ്ജ് ലൈനിലിരുന്ന പല മിസൈൽ സ്റ്റോറേജ് യൂണിറ്റുകളും ഇറാൻ ഇപ്പം മാന്തി പൊളിച്ച് അതിനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ്. ഇനി കുറച്ചുകൂടെ സമയം കിട്ടിക്കഴിഞ്ഞാൽ അവർ അതെല്ലാം തന്നെ റീസ്റ്റോർ ചെയ്യും. വളരെ വേഗത്തിലാണ് അവർ പണി പൂർത്തിയാക്കുന്നത്. സോ നമ്മൾ ആക്രമണം കണ്ടിന്യൂ ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇറാൻ പറയുന്നത് പോലെ ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ട് മിണ്ടാതിരിക്കാം എന്നുള്ള 2 ഓപ്ഷനാണ് ട്രംപിന് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആക്രമണം നടത്താനുള്ള തീരുമാനങ്ങൾ ബാക്ക് ഓഫീസിൽ വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇനി 6500 ടൺ ആയുധങ്ങൾ, അതേപോലെ ആംഡ് വെഹിക്കിൾസ്, അമ്യൂണിഷൻസ്, ഇതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് സാധനവും അൺലോഡ് ചെയ്ത് ഇസ്രായേലിൽ കംപ്ലീറ്റ് ഡംപ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ലെബനാന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇത് ഇറാന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആവാം. ഒന്നും തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഫൂട്ടേജസാണ് ഞാൻ സൈഡിൽ വെച്ചിരിക്കുന്നത്. അമേരിക്കയുടെ FBI ട്രംപ് വൈറ്റ് ഹൗസിൻ്റെ നേതൃത്വത്തിൽ ഒരു മീഡിയ കോൺഫറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, ഒരു വിരുന്ന് സൽക്കാരം മാധ്യമപ്രവർത്തകർക്ക് വേണ്ടിയിട്ട്. ആ വിരുന്ന് സൽക്കാരത്തിലാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു വെടിവെപ്പ് ഉണ്ടായത്. ആ വെടിവെച്ച വ്യക്തിയെ ഡീറ്റെയിൻ ചെയ്ത് ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അയാൾ എവിടെയൊക്കെ പോയി, ഏതൊക്കെ ലൊക്കേഷനുകൾ സന്ദർശിച്ചു, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ കളക്ട് ചെയ്തുകൊണ്ട് ഒരു 5 മിനിറ്റ് വീഡിയോ FBI പുറത്തിറക്കിയിട്ടുണ്ട്. അവരെത്ര ഹാർഡ് വർക്ക് ഇട്ട് വളരെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇത്തരം ഡീറ്റെയിലുകളെല്ലാം കളക്ട് ചെയ്തിരിക്കുന്നു എന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിൽ ഒരു വീഡിയോ ഫൂട്ടേജ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. തികച്ചും ഇയാളുടെ ലിങ്ക് ഇറാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്ക അത്തരത്തിലാക്കി തീർക്കും, അത് ഉറപ്പാണ്. കാരണം ഇപ്പം നിലവിൽ ലൈം ലൈറ്റിൽ കത്തി നിൽക്കുന്ന വിഷയം ഇതാണ്. പല സാഹചര്യങ്ങളിലും ഇറാൻ അനുകൂല റാലികളിൽ, അമേരിക്കയിൽ നടത്തിയ ഇറാൻ അനുകൂല റാലികളിൽ ഇയാൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അമേരിക്ക ആണെങ്കിൽ കഴിഞ്ഞ ഏപ്രിൽ 7-ാം തീയതി മുതൽ അവർ പ്രഖ്യാപിച്ച സീസ് ഫയറിൽ വളരെ ഒബീഡിയൻ്റ് ആയിട്ട് ശക്തമായി ഉറച്ച നിലപാടിൽ സീസ് ഫയർ ലംഘനം നടത്താതെ മുന്നോട്ട് പോകുന്നതാണ് ഇപ്പം ഈ മൊമെൻറ്റ് വരെ നമുക്ക് കാണാൻ കഴിയുന്നത്.
പക്ഷേ ഇസ്രായേൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക വിചാരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് കൃത്യമായിട്ട് ഇസ്രായേൽ നടപ്പിലാക്കും. ഇസ്രായേലിന് വേണ്ട കാര്യങ്ങളും അതിനോടൊപ്പം അവർ നടപ്പിലാക്കിയിരിക്കും. അപ്പോൾ അങ്ങനെ ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ലെബനന്റെ ഉള്ളിൽ അവിടെയും ഹിസ്ബുള്ളക്കെതിരെയാണ് ആക്രമണം. ഹിസ്ബുള്ള മീൻസ് IRGC തന്നെയാണ്. IRGCയുടെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളയ്ക്ക് നേരെ, അതായത് ഈ ഇടപെട്ട കാലത്തൊന്നും ഇല്ലാത്ത തരത്തിൽ വമ്പൻ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പ് വെക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ. ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഇത്രയും സ്ഥലങ്ങളിൽ ഇസ്രായേൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുരുതുര അറ്റാക്ക്. അതായത് സാധാരണഗതിയിൽ ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് ഒരു റോക്കറ്റ് അയക്കാനോ അല്ലെങ്കിൽ ഒരു ഡ്രോൺ അയക്കാനോ ഉള്ള ഒരു സാവകാശം, ഒരു ടൈം കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒരു സമയം കൊടുക്കാത്ത രീതിയിലുള്ള അറ്റാക്ക്. അതായത് ഇവരുടെ വെപ്പൺ ശേഖരങ്ങൾ, ഇവരുടെ ആയുധം ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഗോഡൗൺസ്, സ്റ്റോറേജ് യൂണിറ്റുകൾ, ബങ്കറുകൾ ഇതെല്ലാം കേന്ദ്രീകരിച്ച് ബ്ലോ അപ്പ് ചെയ്യുകയാണ് ഇസ്രായേൽ. ആ രീതിയിലാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഓരോ ഫൂട്ടേജസും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏത് തരത്തിലാണ് അവിടെ ആക്രമണം ഇൻറ്റൻസിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നുള്ളത്. ശക്തമായ രീതിയിലാണ് അറ്റാക്ക് നടക്കുന്നത്. ഇസ്രായേലിൻ്റെ 3 സൈഡിലുള്ള ബ്രിഗേഡുകൾ കൃത്യമായിട്ട് IDF ആർമി ലിറ്റാനി റിവർ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതാണ് ഇപ്പം നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്ക് ഇടയ്ക്ക് മറയ്ക്കും 1-2 റോക്കറ്റുകളും അതേപോലെ ഒളിച്ചും പാത്തും ഇരുന്ന് 1-2 ഡ്രോണുകളൊക്കെ അയക്കാം എന്നുള്ളതിലുപരി ഹെൽപ്ലെസ് സിറ്റുവേഷനാണ് ഹിസ്ബുള്ളയ്ക്ക്. ഇറാനെ കൊണ്ടും സഹായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തവണ മിഡിൽ ഈസ്റ്റിലേക്ക് പ്രത്യേകിച്ച് UAEക്ക് അയൺ ഡോം എന്ന് പറഞ്ഞ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇസ്രായേൽ കൊടുത്തയച്ചിട്ടുണ്ട്. അത് ഓൾറെഡി ഇംപ്ലിമെൻറ്റഡ് സ്റ്റേജിലിരിക്കുകയാണ്. അതുപോലെ തന്നെ അയൺ ബീം, ലേസർ ടെക്നോളജി കൊണ്ട് ഡ്രോണുകൾ, അതേപോലെ തന്നെ ലോ ഓർബിറ്റിൽ വരുന്ന ത്രെട്ടുകളെയൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ ലേസർ വെച്ച് ചിലവ് കുറഞ്ഞ രീതിയിൽ, ഏതാണ്ട് 0.5 സംതിങ് സെൻറ്റ് അത്രേ ചിലവ് വരുള്ളൂ. അത്രയും തുച്ഛമായ ചിലവിൽ മിസൈലുകളെയും ഡ്രോൺ, റോക്കറ്റ്സ് ഇതൊക്കെ തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള അയൺ ബീം, അത് ഇസ്രായേൽ ലേറ്റസ്റ്റ് ആയിട്ടാണ് ഇസ്രായേലിൻ്റെ സേനയിൽ അത് ഇൻഡാക്ട് ചെയ്തത്. അപ്പോൾ അതിനെ തുടർന്ന് അത് UAEക്ക് കൊടുക്കുക. UAEക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള എഗ്രിമെൻറ്റിൽ ഇസ്രായേൽ കൊടുക്കുന്നു. മറ്റുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക്, അമേരിക്കൻ ബേസുകളിലേക്ക് അത് കൊടുക്കുന്നു. അല്ലാതെ രാജ്യങ്ങളുമായിട്ട് കരാറില്ല. മറ്റുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഇസ്രായേൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. അതെല്ലാം തന്നെ അമേരിക്കയുടെ ബേസുകളിലേക്ക് മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ അയൺ ബീം ഇത്തവണ ട്രയൽ ബേസിസിൽ പരീക്ഷണ അടിസ്ഥാനത്തിലാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം ഇപ്പോഴും അയൺ ബീം ട്രയൽ ബേസിസിലാണ്. അത് സക്സസ് ആണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഹിസ്ബുള്ള റോക്കറ്റുകൾക്കെതിരെ നല്ല രീതിയിലുള്ള റിസൾട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ഉറപ്പിൻ്റെ പേരിലാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഇസ്രായേൽ സപ്ലൈ ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മീൻസ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള US ബേസിലേക്കാണ് അവർ സപ്ലൈ ചെയ്യുന്നത്. UAEക്ക് മാത്രം ഡയറക്റ്റായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഉള്ളിൽ 6500 ടൺ ആയുധങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്ന് ഇറക്കിയതായിക്കോട്ടെ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ എയർ ഡിഫൻസ് സിസ്റ്റം ശക്തിപ്പെടുന്നതായിക്കോട്ടെ, ഇതെല്ലാം തന്നെ വ്യക്തമായിട്ട് വിരൽ ചൂണ്ടുന്നത് 2.0 തന്നെയാണ്. അപ്പോൾ ഇത് ശരിക്കും ഇറാനെ ഒരു ഡീലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ ശ്രമമാണ്. ഈ ശ്രമം പാളിയാൽ ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മൊത്തത്തിൽ ഇതിൻ്റെ സിറ്റുവേഷൻ. അന്തരീക്ഷം കാണുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. UAE ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ, ഇറാഖ്, ലെബനാൻ ഈ 3 രാജ്യങ്ങളിലും UAE പൗരന്മാരുണ്ടെങ്കിൽ അവർ ഉടനടി നാട് വിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് എഫക്റ്റ് നാട് വിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എയർ സ്പേസ് എല്ലാം തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആയുധങ്ങൾ നല്ല രീതിയിൽ കൊണ്ട് ഇപ്പം ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 4 വാർഷിപ്പുകൾ റീജിയനിലേക്ക് എത്തുകയാണ്, അമേരിക്കൻ വാർഷിപ്പുകൾ. അതോടൊപ്പം ഓരോ രാജ്യങ്ങളും അവരുടെ പൗരന്മാരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില രാജ്യങ്ങളിൽ നിന്നും പുറത്തു വരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. ഇറാൻ, ലെബനാൻ, ഇറാഖ് ഈ 3 രാജ്യങ്ങളിൽ നിന്നും പുറത്തു വരാൻ ആവശ്യപ്പെടുകയാണ്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ തുടരെ ഇറാഖ് മേഖലയിൽ കുർദുകൾക്ക് മേലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അമേരിക്ക ഒരു കാരണവശാലും ഈ കുർദുകളെ വെച്ച് വീണ്ടും ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഇറാന്റെ ഉള്ളിൽ ഉണ്ടാക്കരുത് എന്നുള്ള വിഷയത്തിൽ ഇറാൻ മുൻകരുതൽ എടുത്തുകൊണ്ടുള്ള ഒരു പ്രിയംറ്റീവ് സ്ട്രൈക്കാണ് കുർദുകൾക്ക് മേളിൽ നടത്തുന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്, അതേപോലെ തന്നെ ഇറാന്റെ ഉള്ളിൽ പല മേഖലകളിലും അമേരിക്ക അവരുടെ സ്പൈ പ്ലെയിൻ വെച്ചിട്ട് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്പൈ പ്ലെയിനുകൾ പൊതുവേ യുദ്ധത്തിന് മുന്നോടിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പം നിലവിലെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അമേരിക്ക വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അവർ സ്പൈ പ്ലെയിൻ ഉപയോഗിച്ച് നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൻ്റെ നേവൽ ഫോഴ്സിന് ഒരു അപ്രിസിയേഷൻ നോട്ട് അയച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ നേവൽ ഫോഴ്സ് നമ്മളൊരു 2 ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗാസയിലേക്ക് യൂറോപ്പ്, സ്പെയിനിൻ്റെ ഭാഗത്തു നിന്ന് പുതിയ ഫ്ലോട്ടില ടീമുകൾ വരുന്നുണ്ട്. ആ ഫ്ലോട്ടിലയെക്കുറിച്ചുള്ള എലിഗേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയതാണ്. അതിൻ്റെ ഉള്ളിൽ
കുറേ ഇല്ലീഗൽ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അവർ ഗാസയോട് അടുക്കുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ നേവൽ ഫോഴ്സ് അവരെ കൃത്യമായിട്ട് മെഡിറ്ററേനിയൻ ഉൾക്കടലിൽ വെച്ച് തന്നെ അവരെ തടഞ്ഞ് തിരികെ അയച്ചിരിക്കുകയാണ്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ് 117 പേരെ. അതായത് ഇസ്രായേൽ പറഞ്ഞ ബോർഡർ കടന്ന് ഇപ്പുറത്ത് വന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഉള്ള ആൾക്കാരെ അവർ പറഞ്ഞയച്ചിട്ടുണ്ട്. ഈ ഫ്ലോട്ടില ടീമിനെ കൃത്യമായിട്ട് തടഞ്ഞ് അവരെ തിരികെ അയച്ചതിനും ആ മിഷൻ പരാജയപ്പെടുത്തിയതിനുമാണ് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൻ്റെ നേവൽ ഫോഴ്സിന് അപ്രിസിയേഷൻ അറിയിച്ചിരിക്കുന്നത്. പിന്നെ ഫിഫ വേൾഡ് കപ്പ് ഇത്തവണ അമേരിക്കയും മെക്സിക്കോയും കൂടി ചേർന്നിട്ടാണ് നടത്തുന്നത്. കുറച്ച് ഫുട്ബോൾ മാച്ചുകൾ അമേരിക്കയിൽ നടത്തും, കുറച്ച് മെക്സിക്കോയിൽ വെച്ച് നടക്കും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇറാൻ പങ്കെടുക്കില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അമേരിക്കയുടെ ഉള്ളിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങളിൽ ഇറാൻ പങ്കെടുക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇറ്റലിക്കും ഇങ്ങനെ ഒരു വാദമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പങ്കെടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് അടിസ്ഥാനത്തിലാണ് അവർക്ക് മനമാറ്റം ഉണ്ടായതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമല്ല. പക്ഷേ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാനും ഇറാനും ഇടയിൽ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ പകുതി പേര് താമസിക്കുന്നത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ, അതിനെ പാക് ബലൂചിസ്ഥാൻ എന്ന് വിളിക്കാം. ബാക്കിയുള്ള ബലൂചിസ്ഥാനികൾ താമസിക്കുന്നത് സിസ്റ്റാൻ ബലൂചിസ്ഥാൻ എന്ന് വിളിക്കുന്ന ഇറാൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ ഈ പാക് ബലൂചിസ്ഥാൻ ഏരിയയിൽ നിന്നും കുറച്ച് പേര് ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഇറാൻ്റെ സിസ്റ്റാൻ ബലൂചിസ്ഥാൻ്റെ ഉള്ളിലേക്ക് പോയി IRGC മെമ്പേഴ്സിനെ വധിക്കുന്നതായിട്ട്, അവർക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നതായിട്ട് ഇറാൻ ആരോപണം ഉയർത്തുന്നുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ നോക്കിയിരുന്ന, പിന്നെ രാവിലെ ഞാൻ പറഞ്ഞിരുന്ന പാകിസ്ഥാൻ്റെ 6 ഡെസിഗ്നേറ്റഡ് റൂട്ട് ഇറാന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഓപ്പൺ ചെയ്തതിൻ്റെ റൂട്ട് മാപ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ റൂട്ട് മാപ്പാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. 6 കോറിഡോറുകളാണ് പാകിസ്ഥാൻ ഇറാന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിൽ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ബ്ലോക്കേഡിനെ എത്രമാത്രമാണ് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. UK ഹൈ അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഹൈ അലേർട്ട് എന്ന് പറഞ്ഞാൽ ഈ ആൻറ്റിസെമിറ്റിസം വല്ലാത്ത രീതിയിൽ UK വർദ്ധിച്ചു വരുന്നുണ്ട്. യഹൂദന്മാരെ എവിടെ കണ്ടാലും കത്തിയെടുത്ത് കുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് UK മുസ്ലിംസ്. പൊതുവേ ഇത്തരം തീവ്ര നിലപാടുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് UK തന്നെ. കാരണം എല്ലാ മുസ്ലിംസ് അങ്ങനെ പെരുമാറാറില്ല. ചില സ്പെസിഫിക് ആയിട്ടുള്ള തീവ്ര നിലപാടുള്ള ആൾക്കാരാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഒരു വീഡിയോ ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതായത് വെറുതെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരു ജൂ, അയാളുടെ തൊപ്പി, ഒരു കറുത്ത കളർ ചെറിയ തൊപ്പി അയാൾ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് അയാൾ ജൂ എന്നുള്ള രീതിയിൽ ഐഡന്റിഫൈ ചെയ്തിട്ട് വെറുതെ നടന്നു വരുന്നവൻ റോഡ് സൈഡിൽ നിന്നും പെട്ടെന്ന് ഒരു കത്തി ഊരി അങ്ങ് കുത്തുകയാണ്. അപ്പം അങ്ങനെ ഇന്നലെ 2 പേർ അങ്ങനെ കുത്തേറ്റ് കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ശക്തമായ രീതിയിലുള്ള ഹൈ അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ അലേർട്ട് പുറപ്പെടുവിച്ചിട്ട് എന്ത് കാര്യം? UK ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ തീവ്ര നിലപാടുള്ള ആശയക്കാർക്കെതിരെ ഒന്നും തന്നെ ചെയ്യാനില്ല എന്നുള്ളതാണ്. ഹെൽപ്ലെസ് ഗവൺമെൻറ്. ജർമ്മനി നാറ്റോയിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. കാരണം ജർമ്മനിയുടെ ചാൻസലർ മെർസ് ഫ്രെഡറിക്കിനെതിരെ ട്രംപ് ഇന്നലെ ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു. അത് തികച്ചും മെർസ് ഫ്രെഡറിക്കിൻ്റെ ഇറാൻ അനുകൂല നിലപാടിനെ എതിർത്താണ് ട്രംപ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു വെച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ജർമ്മനിയും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു വാക്കുവാദം അത് തുടരുകയാണ്. നാറ്റോയിൽ നിന്നും പുറത്തു പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. അമേരിക്ക പറഞ്ഞിരിക്കുന്നത് നാറ്റോയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്ക എത്രമാത്രം പാടുപെട്ടിട്ടുണ്ട്, എത്രമാത്രം ഫണ്ട് ചെലവാക്കിയിട്ടുണ്ട്, ഇതെല്ലാം ജർമ്മനി ഓർത്ത് നോക്കണമെന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാറ്റോ പോയാലും ഇല്ലെങ്കിലും അമേരിക്കയ്ക്ക് ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് ട്രംപിൻ്റെ പ്രതികരണം. ഇതിനെ തുടർന്ന് ഇറ്റലിയും സ്പെയിനും മറ്റു 2 രാജ്യങ്ങളാണ്. ഇതേ കോൺസെപ്റ്റുള്ള 2 രാജ്യങ്ങൾ. അതിൽ ഇറ്റലിയിലെ ജോർജിയ മെലോണി നാറ്റോയിൽ നിന്നും പുറത്തു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള കമൻറ്റും പാസ്സാക്കിയിട്ടില്ല. പക്ഷേ സ്പെയിൻ അവരിതിനു മുമ്പ് തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്പെയിൻ്റെ പെഡ്രോ സാൻഡേഴ്സ്. റഷ്യയും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാനതാ ഒരു മാപ്പ് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പുതിയ വാർ സ്റ്റഡീസ് മാപ്പ് പറയുന്ന അനുസരിച്ച് ഈ ബ്ലൂ കളറിലുള്ള ഏരിയ നിങ്ങൾ കണ്ടല്ലോ, ഈ ബ്ലൂ കളർ ഏരിയ ഈ ഡോൺബോസ് റീജിയൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലെല്ലാം, കാർക്കീവ്, ഈ ഏരിയകളിലെല്ലാം തന്നെ ബ്ലൂ കളർ ഇപ്പോൾ കൂടുതലായിട്ട് വികസിച്ച് വരുന്നുണ്ട്. ഇറ്റ് മീൻസ് ഉക്രൈൻ ശക്തമായിട്ടുള്ള ആധിപത്യം പുലർത്തുകയാണ്. ഇറ്റ് മീൻസ് റഷ്യ ക്യാപ്ചർ ചെയ്ത എല്ലാ സ്ഥലങ്ങളും ഉക്രൈൻ പിടിച്ചെടുത്തു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു 6 മാസത്തിന് മുമ്പ് ഉക്രൈൻ്റെ അവസ്ഥ ഇതല്ലായിരുന്നു. പക്ഷെ ഇപ്പം വളരെ വ്യക്തമായി തന്നെ ഉക്രൈൻ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനകത്ത് AI ടെക്നോളജി, അതേപോലെ റോബോട്ടിക്, ഡ്രോൺ ഇൻവോൾവ്മെൻറ്റ് വളരെ വ്യക്തമായിട്ട് ആ ഒരു ആധിപത്യം ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട്. ഉക്രൈൻ്റെ ഒരു മോഡേൺ വാർഫെയർ ടെക്നോളജി അത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു സക്സസ് ഉക്രൈൻ അറ്റൈൻ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അതായത് ഇന്ന് വീണ്ടും
ഈ ടോപ്പസ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ തുടരെ റഷ്യയ്ക്കുള്ളിൽ ഉക്രൈൻ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ 4ാമത്തെ എണ്ണ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ടാങ്കിന്റെ മേളിൽ വീണ്ടും ഒരു ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇന്നലെ ഉക്രൈൻ. Сегодня наш город выглядит снова вот так. തീർച്ചയായും റഷ്യ തിരിച്ച് ഡ്രോൺ ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങളൊക്കെ ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തുന്നുണ്ട്. പക്ഷേ റഷ്യയുടെ ഏതാണ്ട് 60% എണ്ണ ശേഖരം, അവർ എണ്ണ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഗോഡൌൺസ്, ഓയിൽ സ്റ്റോറേജ് ഡിപ്പോ, ഇതെല്ലാം തന്നെ ഉക്രൈൻ ആക്രമിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് റഷ്യക്ക് വൻ നഷ്ടമാണിത്. തുടരെ ഇങ്ങനെ ആക്രമണങ്ങൾ നടക്കുമ്പോൾ തികച്ചും റഷ്യ അതിനെ തടയാൻ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഡിഫൻസ് മേഖലയിൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൗത്ത് ചൈന സീ ആ ഒരു ഏരിയയിൽ കിടക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള ടൈപ്പ് കൂടുതൽ ബൂസ്റ്റ് ചെയ്യാണ്. അതിൽ ഫിലിപ്പൈൻസ് ആയിരുന്നു ആദ്യം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങിച്ച് കൃത്യമായിട്ട് നിലപാട് വ്യക്തമായിട്ട്, ചൈനയ്ക്കെതിരെ വ്യക്തമായിട്ടുള്ള നിലപാട് അവിടെ ശക്തമായി തന്നെ പറഞ്ഞു വെച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് ഇന്തോനേഷ്യ ഇന്ത്യയുമായിട്ട് ബ്രഹ്മോസ് മിസൈലിന് വേണ്ടിയിട്ടുള്ള ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് വിയറ്റ്നാം ഇന്ത്യ അപ്രോച്ച് ചെയ്യാണ്. വിയറ്റ്നാമിലെ ലീഡർ ടോൾ ലാം ഇപ്പം വിജയിച്ച ഉടനെ തന്നെ ആദ്യത്തെ വിസിറ്റ് ഇന്ത്യയിലേക്ക് വരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നത് തന്നെ ബ്രഹ്മോസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഡീൽ സൈൻ ചെയ്യാനാണ് വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതാണ്ട് 5800 കോടി വർത്ത് വരുന്ന ഒരു ഡീലാണ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. വിഷയം ബ്രഹ്മോസ് ആണ്. അപ്പോൾ ഇത് ചൈനയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ്. പക്ഷേ ചൈന തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ പല വിഷയങ്ങളും പലതരത്തിലാണ്. അപ്പോൾ ഓരോ വിഷയത്തിനെയും സ്പെസിഫിക് ആയിട്ട് ആ ഇമ്പോർട്ടൻസോട് കൂടി നോക്കി കാണണം, അല്ലാതെ എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് കാണണ്ട എന്നുള്ളത് ചൈനയുടെ നിലപാടാണ്. അതുകൊണ്ടാണ് വ്യാപാരത്തിനെ സെപ്പറേറ്റ് കാണണം, ബോർഡർ ഇഷ്യൂവിനെ സെപ്പറേറ്റ് കാണണം, ഇതേപോലെ ഡിഫൻസ് സ്ട്രാറ്റജിയെ സെപ്പറേറ്റ് ആയിട്ട് കാണണം എന്നുള്ളതാണ് പണ്ട് തൊട്ടേ ചൈന മുന്നോട്ട് വെച്ചിരുന്ന ആശയം. ഇതിനെ എതിർത്തുകൊണ്ടാണ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പലപ്പോഴും വാദം ഉയർത്തിയിരുന്നത്. അതായത് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ കാര്യങ്ങളിലേക്കും പ്രത്യേകിച്ച് ബോർഡർ വിഷയത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാവണം, എന്നാലേ നമുക്ക് വ്യാപാരം പ്രശ്നമില്ലാതെ നടത്താൻ പറ്റുകയുള്ളൂ എന്നുള്ള തീരുമാനം ജയശങ്കറിൻ്റെതായിരുന്നു. വളരെ ഉറച്ച തീരുമാനമായിരുന്നു. അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ജയശങ്കറിനെ കുറച്ചാൾ മാറ്റി നിർത്തിയിട്ട് വിക്രം മിസ്രി കാര്യങ്ങൾ കുറച്ചാൾ ഡീൽ ചെയ്തത്. അജിത് ഡോവൽ ഡയറക്റ്റ് ആയിട്ടും ഡീൽ ചെയ്യുകയുണ്ടായി. അപ്പോൾ ചൈനയ്ക്ക് ഈ വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇന്ത്യ ചിന്തിക്കുന്നില്ല. ഇന്ത്യയുടേതായിട്ടുള്ള ഡിഫൻസ് സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് പോവാണ്. ഇന്ത്യയുടെ ഗ്ലോബൽ പൊസിഷൻ ഈക്വലായിട്ട് പാകിസ്ഥാൻ ഉയർന്നു വന്നതായിട്ട് ഉള്ള റൂമർ വാർത്തകളൊക്കെ അടിച്ചിറക്കുന്നുണ്ട്. നമുക്കറിയാം പാകിസ്ഥാൻ പ്രൊപ്പഗണ്ട ന്യൂസ് ഇറക്കുന്നതിൽ വലിയ വിദഗ്ധരാണ്. കുറേ തിങ്ക് ടാങ്ക് പെയ്ഡ് ന്യൂസ് ഏജൻസീസ് ഉണ്ട്, അവരാണ് ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ടയൊക്കെ അടിച്ചിറക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.